തീവ്രമായി സംശയമില്ലാതെ നിങ്ങൾ എന്ത് കാര്യത്തിനെ ആഗ്രഹിക്കൂ, പോസിറ്റീവായിരിക്കൂ, ക്രിയേറ്റിവിറ്റിയിലൂടെ അത് നടപ്പിലാക്കൂ, നിങ്ങളിലേക്ക് ഈ സംഭവം വന്നിരിക്കും, ഉറപ്പ്. 8 മണിക്കൂർ നമുക്ക് ഉറങ്ങണ്ടേ? ഈ 16 മണിക്കൂറിൽ പ്രൊഡക്റ്റീവ് ലൈഫും പേഴ്സണൽ ലൈഫുമുണ്ട്. പ്രൊഡക്റ്റീവിനെ എങ്ങനെ നന്നാക്കണമെന്നും പേഴ്സണലിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അപ്പം നമ്മൾ എങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ലോ ഓഫ് പോസിറ്റിവിറ്റി. സെക്കൻഡ് വരുന്നതാണ് ലോ ഓഫ് ക്രിയേറ്റിവിറ്റി. ഞാൻ സമ്പന്നയാണ് എന്ന് ചിന്തിക്കാനും പറയാനും എന്നിലേക്ക് സമ്പത്ത് വരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ട് ചെയ്യാനുള്ള, നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച പോലെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ എന്നിലും ഉണ്ടായിരുന്നു ഈ ഒരു സംശയം. ഞാനൊരു ചെറിയ കഥ പറയാം, എൻ്റെ പേഴ്സണൽ ഒരു സ്റ്റോറി. നമസ്കാരം മാം. നമസ്കാരം ഗായത്രി. മാം, ഈ നമ്മൾ കുറേ പോസിറ്റീവ് അഫർമേഷൻ്റെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അതേപോലെ ലോസ് ഓഫ് അട്രാക്ഷൻ്റെ കാര്യം കേൾക്കാറുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് ഈ ലോസ് ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ഷൻ തന്നെയാണ്. നമ്മൾ എന്ത് ആക്ഷനാണോ കൊടുക്കുന്നത് ആ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ വരിക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നമ്മൾ പറയില്ലേ കർമ്മ, അതെ, സാൻസ്ക്രിറ്റ് വേർഡിലാണ് ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻസിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഈ അഫർമേഷൻസൊക്കെ അതൊരു ബോക്സിനകത്തെ കണ്ടൻറ്റാണ്. ഈ കണ്ടൻറ്റിൻ്റെ കൂടെയുള്ള ചെറിയ ചെറിയ കണ്ടൻസാണ് ഈ പറയുന്ന അഫർമേഷൻസും വിഷ്വലൈസേഷനും എന്നൊക്കെ പറയുന്നത്. അതിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളമായിട്ട് പ്രിൻസിപ്പിൾസ് അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരു 10ഓളം പ്രിൻസിപ്പിൾസ് ഞാൻ പറയാം. ആദ്യത്തെ പ്രിൻസിപ്പിൾസാണ് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അതെ, ലോ ഓഫ് പോസിറ്റിവിറ്റി. സെക്കൻഡ് വരുന്നതാണ് ലോ ഓഫ് ക്രിയേറ്റിവിറ്റി. നമ്മുടെ വീട്ടിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാളുണ്ടെന്ന് ഇരിക്കട്ടെ, എന്താ കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ഒരു ആഗ്രഹം പോയി പറഞ്ഞാലും അതപ്പോൾ നടക്കില്ല, അതിൻ്റെ എങ്ങനെ സംഭവിക്കും, കോൺസിക്വൻസ് മാത്രമായിരിക്കും പറയണത്. നമ്മൾ അവരോട് പോയിട്ടൊരു കാര്യം പറയുമോ? വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം നടത്തി കിട്ടാനുള്ളൊരു കാര്യം നമ്മൾ ഒട്ടും അവരുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ പറയില്ല, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവരോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക. നമ്മൾ അടുത്ത നിമിഷം മരിച്ചു വീഴുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്കൊരു ജീവൻ തിരിച്ച് കിട്ടിയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പോസിറ്റിവിറ്റി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. ചിന്തിക്കുന്നത് പോസിറ്റീവായിരിക്കണം, സംസാരിക്കുന്നത് പോസിറ്റീവായിരിക്കണം. ചില ആളുകൾ പറയാറുണ്ട് കടം മാറ്റിത്തരണേ എന്നുള്ളത് ഓക്കെ, അതിൻ്റെ ഒരു കണ്ടൻറ്റാണ്. പക്ഷേ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്താ? കടം. അതെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ഇതാണ് പറയാ, അല്ലേ? അതെ, ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാനെ അത് മാറ്റിത്തരണേ, അല്ലേ, കടം മാറ്റിത്തരണേ എന്നുള്ളത്. അതിൻ്റെ സബ്ജക്റ്റ് കടമാണ്. നിങ്ങൾക്ക് കടം ഉണ്ടായിട്ടാണ് കടം മാറ്റിത്തരാൻ വേണ്ടി പറയുന്നത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ വെൽത്ത് മാസ്റ്ററിയിൽ പറയുന്ന പോലെ തന്നെ സമ്പത്തിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കടം വീട്ടേണ്ടതെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ് എന്നുള്ളതിന്, അതായത് ഇന്ന് ഈ നിമിഷത്തിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നത്, രുചികരമായ ആഹാരം കഴിക്കാൻ കഴിയുന്നത്, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നത് സമ്പന്നമല്ലേ? സമ്പത്താണ്. നമുക്ക് ഈ ഹെൽത്ത് ഉണ്ടെങ്കിലാണ് വെൽത്ത് ഉണ്ടാവുള്ളൂ. ഈ വെൽത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാവരും തന്നെ ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്ത് പറയുന്നൊരു കാര്യം. അതായത് വെൽത്ത് വരാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു, നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഒരു കാര്യമുണ്ട്, യുക്തി മുക്തി എന്നൊക്കെയുള്ളൊരു കാര്യമുണ്ട്. ആദ്യം നമുക്ക് യുക്തി വേണം. അതൊരു യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് മുക്തി നേടാൻ സാധിക്കുള്ളൂ. യുക്തിയിൽ തന്നെ ഒരു ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ട് ചിന്തിച്ചാൽ അതിൽ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെയാണ് പോസിറ്റിവിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഒരു റോള് കിടക്കുന്നത്. ഈ അഫർമേഷൻസ് എഴുതുക എന്ന് പറഞ്ഞില്ലേ, അതെ, പോസിറ്റീവായിട്ട് എഴുതുക. ഇപ്പം കടത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പം നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? എന്നിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ കുറേ അഫർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഐ ആം റിച്ച്, ഐ ആം മണി മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെ നിങ്ങൾ മാഗ്നറ്റ് ആവണം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ മണി മാഗ്നറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കടം എന്ന വേർഡിനെ മാറ്റിയിട്ട് ഞാൻ സമ്പന്നയാണ്, ഐ ആം റിച്ച്, എനിക്ക് സമ്പന്നയായ എനിക്ക് എവിടുന്നാണ് കടം വരുന്നേ? നമുക്കറിയാം യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു സംസാരമാണ്. എങ്കിൽ കൂടിയും ഇന്നത്തെ ഈ ഒരു അബണ്ടൻസ് നിറഞ്ഞ ഈ ലൈഫിൽ, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. കടം മാറ്റിത്തരണേ, അല്ലെങ്കിൽ കടത്തിലേക്ക് ആ പൈസ അടയ്ക്കാൻ വേണ്ടിയുള്ള, ബാങ്കിന് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുക നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം എവിടെയോ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥന ആ രീതിയിൽ പോയത്. ആ കോൺഫിഡൻസ് മതി. ഞാൻ സമ്പന്നയാണ് എന്ന്
ചിന്തിക്കാനും പറയാനും എന്നിലേക്ക് സമ്പത്ത് വരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ട് ചെയ്യാനുള്ള, നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച പോലെ ആക്ഷൻസ് എടുക്കാനുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരും. കാരണം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്. അതിലാകെ നമുക്ക് 16 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ചോദിക്കുക, എങ്ങനെ ഈ 16 മണിക്കൂർ? 8 മണിക്കൂർ നമുക്ക് ഉറങ്ങണ്ടേ? ഈ 16 മണിക്കൂറിൽ പ്രൊഡക്റ്റീവ് ലൈഫും പേഴ്സണൽ ലൈഫുമുണ്ട്. പ്രൊഡക്റ്റീവിനെ എങ്ങനെ നന്നാക്കണമെന്നും പേഴ്സണലിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി സൈഡിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. പോസിറ്റീവ് തോട്ട്സ് അവിടെ ഓൾറെഡി വന്നു. അതെ. അതിനുശേഷം ക്രിയേറ്റീവ് സൈഡിലേക്ക് 18 മണിക്കൂർ ഉള്ളതിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പോസിറ്റീവ് തോട്ട്സിൽ നിന്ന് നമുക്കൊരു ലിങ്ക് കിട്ടും. അത് വന്നു കഴിയുമ്പോഴേക്കും ക്രിയേറ്റീവ് സൈഡിലൂടെ നമുക്ക് പല കാര്യങ്ങളും ഈ അഫർമേഷൻസൊക്കെ എഴുതാനും അതിനെ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. നടന്ന പോലെയും അതിൽ സംഭവിക്കപ്പെട്ടതുപോലെയും നമുക്ക് വളരെയധികം പോസിറ്റീവായ രീതിയിൽ കുറേ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ പല ആവർത്തി പറയുന്ന കാര്യം ഒരാവർത്തി നടക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പഴയ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അത് പല ആവർത്തി ഇങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് വരുമ്പോൾ അതിനോട് ലിങ്ക് ചെയ്ത ചെറിയൊരു കാര്യം നമുക്ക് നടന്നു കിട്ടും. ഈ പലരും ഇതേപോലുള്ള അഫർമേഷനൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു, അവർ പറയുന്നു, പക്ഷേ ചിലരിലൊന്നും അത് വർക്ക് ആകുന്നില്ലല്ലോ. അപ്പോൾ അതും അവരുടെ ഈ തിങ്കിങ് തെറ്റായിട്ടുള്ള രീതിയിലായതുകൊണ്ടായിരിക്കുമോ? സംശയം. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ലോ ഓഫ് പോസിറ്റിവിറ്റിയെ വീണ്ടും എടുക്കേണ്ടി വരും. സംശയം വരും മനസ്സിൽ, ഇത് നടക്കുമോ? ഓക്കെ, എല്ലാത്തിനും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടൊരു കാഴ്ചപ്പാട്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇത് എഴുതി വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങും, ഇത്ര ദിവസം കഴിയുമ്പോൾ ഇത് നടക്കുമെന്നുള്ളത് അപ്പോഴും ചിന്തിക്കുകയാണ്. അതെ, ഡൗട്ട്. അതെ, നടക്കുമോ എന്നുള്ളത്. ഇങ്ങനെ എഴുതിയ കാര്യം നടക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യം. കാരണം യാഥാർത്ഥത്തിൽ അതവിടെ നടന്നിട്ടില്ല. പ്രസന്റ് ലൈഫിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നതിൻ്റെ യാഥാസ്ഥിതികത മനസ്സിലാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രസന്റ് ലൈഫിൽ അത് നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവരിലൊരു സംശയം വരും. എല്ലാവരിലും വരും, നമ്മളെല്ലാവരിലും. ഞാനൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ എന്നിലും ഉണ്ടായിരുന്നു ഈ ഒരു സംശയം. ഞാനൊരു ചെറിയ കഥ പറയാം, എൻ്റെ പേഴ്സണൽ ഒരു സ്റ്റോറി. അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഒരു 90s കാലഘട്ടത്തിൽ ആദ്യമാണ്. 92 വിവാഹം കഴിഞ്ഞത്. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രൂപ ഇന്നത്തെ 200 രൂപയുടെയും 2000 രൂപയുടെയും വിലയുള്ള ഒരു കാലഘട്ടമാണ്. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. വിവാഹം കഴിഞ്ഞ തുടക്കകാലത്തിലൊക്കെ നമുക്ക് ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ. അന്ന് ഞങ്ങളുടെ കസിൻസും അവരുടെയൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കല്യാണങ്ങൾക്ക് കാണാൻ പോകുമ്പോൾ 100 പവനും മാരുതിക്കാറും ആ ഒരു സിസ്റ്റമുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് കാറൊന്നും ഇല്ല കേട്ടോ ഒന്ന്. അപ്പോൾ പോകുമ്പോൾ അവിടെ മാരുതി കാർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. മീൻസ് നമുക്കും വേണം എന്നുള്ളൊരാഗ്രഹം ജനിക്കും നമുക്കവിടെ. എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടിയിട്ട് അന്ന് മലയാള മനോരമ ഇയർ ബുക്കിൽ ഒരു കട്ടിങ് വന്നു, ഒരു മാരുതി കാർ, അതിലെ ഒരു ഫാമിലി, 2 കൊച്ചു കുട്ടികൾ, ഹസ്ബൻഡ് വൈഫ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കിടക്കുകയാണ്. അന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊന്നും അറിയില്ല, അഫർമേഷൻസോ വിഷ്വലൈസേഷനോ ഒന്നും അറിയില്ല കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, എപ്പോഴെങ്കിലൊക്കെ സാധിക്കുമായിരിക്കും അല്ലേ. അന്നത്തെ ആഗ്രഹം സെക്കൻഡ് ഹാൻഡ് മാരുതി കാറ്, അത് AC അല്ല, വിതൗട്ട് AC വാങ്ങിച്ചാൽ മതി എന്ന് ആഗ്രഹമാണ്. അന്നത്തെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സാലറിയാണ് ഹസ്ബൻഡിന്. എനിക്ക് വരുമാനമില്ല, ഹസ്ബൻഡിന് മാത്രമേ വരുമാനമുള്ളൂ. ഈ ആഗ്രഹങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചു. അന്ന് അറിയില്ല, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ അറിയില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 2000 കാലഘട്ടം വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ 10 വർഷത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ആ വാഹനം വാങ്ങാൻ കഴിഞ്ഞു. പുതിയ 800 AC വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്, ഓ ഇങ്ങനെയൊരു സംഭവം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ആഗ്രഹിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് ഹാൻഡ്. കിട്ടിയത് ഫസ്റ്റ് ഹാൻഡ് തന്നെ. കാരണം ആഗ്രഹം തീവ്രമായി സംശയമില്ലാതെ നിങ്ങൾ എന്ത് കാര്യത്തിനെ ആഗ്രഹിക്കൂ, പോസിറ്റീവായിരിക്കൂ, ക്രിയേറ്റിവിറ്റിയിലൂടെ അത് നടപ്പിലാക്കൂ, നിങ്ങളിലേക്ക് സംഭവം വന്നിരിക്കും, ഉറപ്പ്. നമസ്കാരം. താങ്ക് യു.